മണ്ടനായ ഒരു കഴുതയുടെയും യജമാനൻ്റെയും കഥ കേട്ടാലോ? ഒരു കച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു. ദിവസവും അയാൾ കഴുതയുടെ പുറത്ത് സാധനങ്ങൾ കയറ്റി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. കഴുത അയാൾക്കു വേണ്ടി ധാരാളം ജോലി ചെയ്തു വന്നു. കച്ചവടക്കാരൻ കഴുതയ്ക്ക് വയറു നിറയെ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. അയാൾക്ക് കഴുതയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ സാധനങ്ങൾ കഴുതയുടെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുകയാണ്. അപ്പോൾ കഴുത ആലോചിച്ചു, ഞാൻ കഠിനമായി ജോലി ചെയ്യുന്നത് കൊണ്ടല്ലേ എൻ്റെ യജമാനൻ സുഖിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ ഇയാളെ കഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ലേ? ഇങ്ങനെ ചിന്തിച്ച കഴുത തൻ്റെ പുറത്തുണ്ടായിരുന്ന ചുമട് ചന്തയിൽ ഇറക്കിക്കഴിഞ്ഞ ഉടനെ ഒരോട്ടം വെച്ചു കൊടുത്തു. കഴുതയുടെ പതിവില്ലാത്ത ഓട്ടം കണ്ട് അമ്പരന്ന കച്ചവടക്കാരൻ കഴുതയുടെ പിറകെ ഓടി. കഴുതയുടെ പിടികൂടാൻ അയാൾക്ക് കഴിയുന്നില്ല. കുറേ ദൂരം ഓടിയെത്തിയിട്ടും കച്ചവടക്കാരന് കഴുതയെ പിടികൂടാൻ പറ്റുന്നില്ല. അങ്ങനെ ഓടി ഒരു വലിയ കിടങ്ങിൻ്റെ അടുത്തെത്തിയ കഴുത ഓട്ടത്തിൻ്റെ വേഗത കുറച്ചു. അപ്പോൾ കച്ചവടക്കാരൻ ഓടി കഴുതയുടെ അടുത്തെത്തി. അയാൾ കഴുതയുടെ വാലിൽ പിടികൂടി. തൻ്റെ കഴുതയെ ഉപേക്ഷിക്കാൻ കച്ചവടക്കാരന് മനസ്സ് വന്നില്ല. കഴുത സർവ്വശക്തിയും എടുത്ത് മുന്നോട്ടാഞ്ഞു. വലിയുടെ ശക്തിയിൽ കച്ചവടക്കാരനും മുന്നോട്ട് നീങ്ങി. കിടങ്ങ് വലിയൊരു കിടങ്ങാണെന്ന് കച്ചവടക്കാരൻ അറിയാം. ആ കിടങ്ങിലേക്ക് വീണാൽ താനും കഴുതയോടൊപ്പം മരിക്കുമെന്ന് കച്ചവടക്കാരന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് കഴുതയുടെ വാലിൽ നിന്ന് പിടിവിട്ടു. കഴുത അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങി. കഴുതയ്ക്കറിയില്ലല്ലോ അതൊരു വലിയ കിടങ്ങാണെന്നും അതിലേക്ക് വീണാൽ തനിക്ക് മരണം സംഭവിക്കുമെന്നും ആ മണ്ടനായ കഴുത മനസ്സിലാക്കിയതേയില്ല. ആ കഴുതയുടെ അത്യാഗ്രഹം, അഹങ്കാരം മൂലമാണ് ആ കഴുത കിടങ്ങിലേക്ക് അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങിയത്. മുന്നോട്ട് നീങ്ങിയ കഴുത നിമിഷങ്ങൾക്കകം കിടങ്ങിലേക്ക് വീണ് കഴുത്തൊടിഞ്ഞ് ചത്തു. യജമാനനോട് നന്ദിയില്ലാത്ത ആ കഴുതയുടെ അന്ത്യം അങ്ങനെയായിരുന്നു. കഴുതയെ നഷ്ടപ്പെട്ട യജമാനൻ കച്ചവടക്കാരൻ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. അതിബുദ്ധി അപകടമാണ്, അത് കുബുദ്ധിയായാലോ അതിലും അപകടമാണ്.